മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന ഭയം കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം പറയാതെ മിണ്ടാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ ആളുകൾ പരിഹസിക്കുമോ എന്ന ഭയത്തിൽ അവ മനസ്സിൽ മാത്രം സൂക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ യഥാർത്ഥത്തിലാവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പകരം മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തെ അഭിനയിച്ചു കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ ഏറ്റവും വലിയ കരാഗ്രഹം തടവറ, അത് ജയിലല്ല, അവന്റെ മനസ്സിലെ ഇത്തരം സങ്കോചങ്ങളാണ്. ഞാൻ ഓയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. പലരും ജീവിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരം തേടിക്കൊണ്ടാണ്. ആളുകൾ എന്ത് പറയും, കുടുംബം എന്ത് ചിന്തിക്കും, സുഹൃത്തുക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? ഈ ചോദ്യങ്ങളാണ് അവരുടെ ജീവിതം, തീരുമാനങ്ങൾ, സ്വപ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ചരിത്രം സൃഷ്ടിച്ചവരെ നോക്ക്, അവരെല്ലാവരെയും സന്തോഷിപ്പിച്ചവരായിരുന്നു. സ്വന്തം മൂല്യങ്ങളിലും ദൗത്യങ്ങളിലും ഉറച്ചു നിന്നവരാ. നിങ്ങളുടെ യഥാർത്ഥ ചിന്തകളെയും, അതായത് മറ്റുള്ളവർ കയറിയിട്ട് ഇടപെട്ട് വികലമാക്കിയതല്ല, നിങ്ങളുടെ യഥാർത്ഥ ചിന്തകളെയും സ്വപ്നങ്ങളെയും നിരന്തരം നിങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരുന്നാൽ അതിന് വലിയ മാനസിക ഊർജ്ജം ആവശ്യമാണ്. ഏത് സമയത്ത് ഇന്നർ ഫൈറ്റാണ്. നമ്മൾ നമ്മുടെ സ്വത്വത്തോട് കൂടിയിട്ട് നിരന്തരമായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളോട് കൂടുതൽ സത്യസന്ധനാകുമ്പോൾ ആ ഊർജം അഭിനയത്തിൽ ചെലവാക്കാതെ സൃഷ്ടിപരമായ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചുവിടാൻ കഴിയും. അത് നാട്ടുകാരെയും വീട്ടുകാരെയും സുഖിപ്പിക്കുന്ന ആളല്ല, സ്വന്തം മനസ്സിന്. ആ ബ്ലോക്ക് ഉണ്ടല്ലോ, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ള ബ്ലോക്ക്, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം. ഇന്ന് മുതൽ ഈ 5 തീരുമാനങ്ങൾ എടുക്കുക. 1, റിമൂവ് ദ മാസ്ക്, മുഖംമൂടികൾ മാറ്റിവെക്കുക. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാകാൻ ശ്രമിക്കരുത്. എല്ലാ ആളുകളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ? ഇതുവരെ ജീവിച്ചിട്ട് മനുഷ്യത്വം രൂപപ്പെടുത്തിയ ഇപ്പോഴത്തെ തലമുറ, അതായത് ഇതുവരെ കണ്ടെത്തിയത്, ഇനി കണ്ടെത്താനുള്ളതല്ല. അതായത് ഇതുവരെ കണ്ടെത്തിയത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ട പണിത് അതിനുള്ളിൽ ഒളിച്ചു പാർക്കുന്ന സമൂഹം. ആ സമൂഹം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ചിന്തിക്കരുത്. അവർ കുറെ ശരിയും തെറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശരിക്കും തെറ്റിക്കും വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തിന് രൂപപ്പെടുത്താൻ വിധിക്കപ്പെട്ട യന്ത്രങ്ങളല്ല. എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാകാൻ ശ്രമിക്കരുത്. പക്ഷേ എല്ലാവരും ബഹുമാനത്തോടെ പെരുമാറുക. അവരുടെ ചിന്താഗതികളൊക്കെ പൊട്ടത്തെറ്റാന്ന് പറഞ്ഞിട്ട് അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. ദേ ആർ റൈറ്റ്, അവരുടെ ലോകത്ത് അവർ ശരിയാ, ബട്ട് നോട്ട് ഇൻ അവർ വേൾഡ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും ചെറുതാക്കി അവതരിപ്പിക്കരുത്. ചിലരൊക്കെ ഇങ്ങനെ പറയും ഓരോ കാര്യങ്ങൾ, അല്ല എനിക്ക് ഇന്നൊരു ബിസിനസ് തുടങ്ങണമെന്നാണ് ആഗ്രഹം. ആ ചിരി തന്നെ അയാൾ എന്തെങ്കിലും ഇയാൾ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ ചിരിച്ചോലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളുടെ സ്വപ്നത്തിന് അങ്ങനെ ചെറുതാക്കി അവതരിപ്പിക്കുന്നത്. എനിക്കൊരു പൈസക്കാരനാണ്, എനിക്ക് വലിയ വീടുണ്ടാക്കണം, ഒരു കാർ മേടിക്കണം, എനിക്ക് വലിയ ബിസിനസ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ശേഷം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഒരിക്കലും ചെറുതാക്കി അവതരിപ്പിക്കും. ദിസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു എന്നുള്ള രീതിയിൽ ബോധ്യത്തോടു കൂടി അവതരിപ്പിക്കണം. സ്വപ്നങ്ങൾ കാണുന്നതിൽ ഒരിക്കലും കുറ്റബോധം തോന്നരുത്. എന്താ എൻ്റെ തല ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതം കൂടുതൽ പ്രശ്നത്തിലാക്കുകയാണോ, ഇത് കംഫർട്ട് സോണിലങ്ങനെ നീങ്ങിയപ്പോൾ എന്തുകൊണ്ട് എനിക്കിവിടെ സ്വസ്ഥത കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് സ്വന്തം സ്വപ്നങ്ങളെ അത് കാണുന്നതിൽ നിന്ന് ഒരിക്കലും കുറ്റബോധം തോന്നരുത്. രണ്ടാമത്തെ കാര്യം, സത്യസന്ധമായിട്ട് സംസാരിക്കുക. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് തർക്കിക്കുന്ന കാര്യം നോക്കിക്കോ, ആ തർക്കിക്കുന്ന അതേ വിഷയം, നമുക്ക് ദേഷ്യം വന്നിട്ടുള്ള അതേ വിഷയം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അതിനോട് നിരന്തരമായിട്ട് ദ്വന്ദ്വയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മൾ മറ്റുള്ളവരോട് തർക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടല്ല തർക്കിക്കുന്നത്, നമ്മളോട് തന്നെയാണ്. നമ്മുടെ മക്കളോടൊക്കെ ചിലപ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ നോക്കിക്കോ, ആ ദേഷ്യം പിടിക്കുന്ന കാര്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ വീക്ക്നെസ് ആയിരിക്കും. സത്യസന്ധമായിട്ട് സംസാരിക്കുക. സത്യം പറയുക എന്നുള്ളത് ഒരിക്കലും പരുഷമായി സംസാരിക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ ബഹുമാനിക്കാതെയല്ല, വ്യക്തമായും ബഹുമാനത്തോടു കൂടിയുമുള്ള സംസാരത്തിനാണ് സത്യം പറയാന്ന് പറഞ്ഞത്. നിങ്ങളുടെ നിലപാടുകൾ എന്താണോ അത് ആത്മവിശ്വാസത്തോടെ പറയാൻ പഠിക്കുക. എനിക്ക് മനസ്സിലായതാണ്, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലൈഫ്. അത് നിങ്ങൾ ചിരിക്കോ ഇല്ല എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങളുടെ വാക്കുകൾക്ക് വ്യക്തത ഉണ്ടാകുമ്പോൾ അവിടെ വ്യക്തിത്വത്തിനുള്ള ശക്തി ലഭിക്കും. മൂന്നാമത്തെ കാര്യം, വിമർശനങ്ങളെ ഭയപ്പെടരുത്. നിങ്ങൾ വളരുമ്പോൾ വിമർശനങ്ങളും വളരും. വിമർശിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് വിമർശനങ്ങൾ വരും. അത് പരാജയത്തിൻ്റെ അടയാളമല്ല, നിങ്ങൾ ദൃശ്യമാകാൻ തുടങ്ങിയതിൻ്റെ അടയാളമാണ്. നിങ്ങൾ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അവർക്ക് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിമർശനം കേട്ടിട്ട് നിങ്ങളുടെ ദിശ മാറ്റേണ്ട ആവശ്യമില്ല. യു ആർ ബ്രിങ്ങിങ് സംതിങ് ന്യൂ, പുതിയതായിട്ടുള്ള കാര്യം, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ വിമർശനത്തിന്റെ അർത്ഥം. ആവശ്യമെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയെ കൂടുതൽ മെച്ചപ്പെടുത്തട്ടെ. വിമർശനങ്ങൾ വരുമ്പോൾ ആ ആളെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഞാനിത് ഇങ്ങനെ പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ സമൂഹത്തിലും കൂടി ഇടപെട്ടിട്ട് വേണമല്ലോ നമുക്ക് നമ്മുടെ കാര്യം നടത്തണമെങ്കിൽ. അപ്പോൾ അവരുടേതായ ഒരു ഭാഷയുണ്ട്, അത് പ്രയോഗിക്കേണ്ടി വരും. അത് ടെക്നിക്കാണ്.
ഈ വിമർശനങ്ങൾ കാരണത്താൽ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യം ഉപേക്ഷിക്കാൻ ആ വിമർശനങ്ങൾ ഒരിക്കലും കാരണമാകരുത്. നാലാമതായിട്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മൂല്യങ്ങളുമായി യോജിപ്പിക്കുക. നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഒരേ ദിശയിലാകുമ്പോൾ, അതായത് ദിശ മാറിപ്പോകുന്നതിൻ്റെ കാരണം എന്താ? മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മുടെ തലയ്ക്ക് കൊടുക്കുന്നുണ്ടാകും. അതേസമയം നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് ഇതൊക്കെ ഒരേ ദിശയിലാക്കുമ്പോൾ ഉള്ളിലൊരു പ്രത്യേക ആത്മവിശ്വാസം വളരും. അതാണ് നിങ്ങളുടെ യഥാർത്ഥ ആന്തരികമായ കരുത്ത്. അഞ്ചാമത്തെ കാര്യം, ദിവസവും ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഭയം കാരണം എന്താണ് ചെയ്യാതിരുന്നത്? ഇന്ന് ഞാൻ ഭയം കാരണം എന്താണ് ചെയ്യാതിരുന്നത്? സത്യസന്ധമായ ഉത്തരം പറയാൻ തുടങ്ങണം. പിന്നെ അടുത്ത ദിവസം ആ ഒരു കാര്യം ചെയ്യണം. ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് ഭയം കാരണം ചെയ്യാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് ചിന്തിച്ചെടുത്തിട്ട് വെരി നെക്സ്റ്റ് അവസരത്തിൽ തന്നെ ആ കാര്യം ചെയ്യണം. ചെറിയ ധൈര്യങ്ങൾ ചേർന്നിട്ടാണ് വലിയ വ്യക്തിത്വങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. റിമെമ്പർ ദിസ്. നിങ്ങളുടെ ജീവിതം അഭിനയിക്കാൻ ലഭിച്ച ഒരു വേദിയല്ല, സത്യസന്ധമായി ജീവിക്കാൻ ലഭിച്ച ഒരു അവസരമാണ്. എല്ലാവരുടെയും അംഗീകാരം നേടുന്നതിനേക്കാൾ വലിയ നേട്ടം സ്വന്തം മനസ്സിൻ്റെ അംഗീകാരം നേടുന്നതാണ്. ഞാൻ നടത്തുന്ന ഒരു IES ഇന്നർ എനർജി ആക്ടിവേഷൻ പരിശീലനത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഊർജ്ജച്ചോർച്ച ഭയമല്ല, ഇറ്റ്സ് നോട്ട് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പോസിറ്റീവാണ്. പക്ഷെ ആ ഫിയർ വരുമ്പോൾ നമ്മൾ അഭിനയിക്കുമല്ലോ, ദാറ്റ്സ് വാട്ട്. അഭിനയമാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ലാത്ത ഒരാളായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഘർഷണം, നമുക്ക് അത് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം കിട്ടാതെ വരുമ്പോൾ ഊർജ്ജം വലിച്ചെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന യാന്ത്രികമായ ജീവിതം, സ്വന്തമല്ലാത്തൊരു ജീവിതം ജീവിക്കാൻ ചെലവാക്കുന്ന ഊർജ്ജം, അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഊർജ്ജം ചോർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. IES എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു പ്രസംഗം നടത്തുകയല്ല ചെയ്യണത്. മനസ്സിൻ്റെ പരിമിതികൾ നമ്മൾ തിരിച്ചറിയണം, നമ്മളാരെന്നറിയണം, ആത്മവിശ്വാസം വളർത്തണം, വ്യക്തമായ ആശയവിനിമയം വികസിപ്പിക്കണം, ഉയർന്ന പ്രകടനത്തിലുള്ള ശീലങ്ങൾ രൂപപ്പെടുത്താനുള്ള പ്രായോഗിക പരിശീലനങ്ങളാണ് നൽകുന്നത്. ദിവസവും രാവിലെ നടക്കുന്ന ലൈവ് സെഷനുകളിലൂടെയും തുടർച്ചയായ മെന്ററിങ്ങിലൂടെയും സ്വന്തം കഴിവുകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോടൊപ്പം വളരാനുള്ള അവസരമാണ് അവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്കും ഇനി മുഖംമൂടികളില്ലാതെ, സങ്കോചങ്ങളില്ലാതെ, ധൈര്യത്തോടെ, ലക്ഷ്യബോധത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ യാത്രയിലേക്ക് നിങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം അത് മറ്റുള്ളവർ തരുന്നതല്ല, ഇറ്റ് ഷുഡ് കം ഫ്രം വിത്തിൻ. അത് ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ഇന്നർ എനർജി ആക്ടിവേഷൻ, IEAS. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് കൂടുതൽ വ്യക്തതയും വിശ്വാസവും നൽകുന്ന ആശയവിനിമയ രീതികളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഉറച്ച ഭാഷ, വ്യക്തമായ സന്ദേശം, ആത്മവിശ്വാസമുള്ള അവതരണം എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിപ്രഭാവം എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന NLP ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില പ്രായോഗിക സാങ്കേതികതകൾ നമ്മൾ പരിശോധിക്കും. Don't miss it. See you there. Thank you.